എന്തിനും റോബോട്ടുകളായി തുടങ്ങിയല്ലേ? റോബോട്ടുകളുടെ കൈ എത്തിപ്പെടാത്ത ഇടം തന്നെ ഇല്ലെന്ന് പറയാം. സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കുമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ പൂമ്പാറ്റകൾ വന്ന് ചെടികളിൽ നിന്ന് തേൻ കുടിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എന്നാൽ പൂമ്പാറ്റകൾക്ക് പകരം റോബോട്ടുകൾ പൂമ്പാറ്റയുടെ ജോലി കൂടി ചെയ്താലോ എങ്ങനെയുണ്ടാവും? പൂമ്പാറ്റകളുടെയും വണ്ടുകളുടെയും ഒക്കെ പണി ഇനി കുഞ്ഞൻ റോബോട്ട് പ്രാണികൾ ഏറ്റെടുക്കുമെന്നും അതിനായി അധികകാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത്. ദി ജേണൽ ഓഫ് സയൻസ് റോബോട്ടിക്സിലാണ് കുഞ്ഞൻ പരാഗണ റോബോട്ടുകളെ കുറിച്ച് പറയുന്നത്. ഇവ പ്രകൃതിക്ക് യാതൊരുവിധ ദോഷങ്ങളും ചെയ്യില്ല. മറിച്ച് ഇവ വികസിപ്പിക്കുന്നതിലൂടെ പരാഗണം നടത്തുന്ന പ്രാണികൾ കുറയുന്നതിനുള്ള പരിഹാരം കൂടിയാണ് ഈ കുഞ്ഞൻ റോബോട്ടുകൾ. ഇപ്പോൾ പ്രകൃതിയിൽ പ്രാണികൾ കുറഞ്ഞു വരികയാണ്, കുറയുകയല്ല, വംശനാശം സംഭവിക്കുകയാണ്. ഇതിനെല്ലാം ഒരു പരിഹാരമായിരിക്കും കുഞ്ഞൻ റോബോട്ടുകൾ എന്നാണ് പറയപ്പെടുന്നത്. പരാഗണം നടത്തുന്ന പ്രാണികൾ കുറയുന്നത് പ്രകൃതിക്ക് ഭീഷണിയായി മാറുന്നതിനാലാണ് ഈ കണ്ടുപിടുത്തത്തിലേക്ക് ശാസ്ത്രജ്ഞരെ എത്തിച്ചത്. എന്നാൽ ഈ ആശയം ഇന്നോ ഇന്നലെയോ കണ്ടെത്തിയതല്ല. മുൻപ് ഇത്തരത്തിലൊരു റോബോട്ട് നിർമ്മിച്ചിരുന്നു, എന്നാൽ അത് നശിച്ചു പോവുകയായിരുന്നു. ഇവയ്ക്ക് വളരെ ഭാരം കുറവാണ്, ഏകദേശം 1 ഗ്രാമിൽ താഴെ ഭാരമുള്ളൂ. പറന്നു ചെന്ന് വേഗത്തിൽ പരാഗണം നടത്തുവാനും വിളവ് വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്ന റോബോട്ടുകളെ വികസിപ്പിച്ചെടുക്കുവാനുള്ള പണിപ്പുരയിലാണ് ഇപ്പോൾ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ. മൈക്രോ ഏരിയൽ വെഹിക്കിൾസ് എന്നാണ് ഇവയുടെ പേര്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.